സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സൈബർ സെക്യൂരിറ്റി മേഖലയിലെ വളരെ ആകർഷകമായ ഒരു പുതിയ അവസരത്തെക്കുറിച്ചാണ്. H&R ബ്ലോക്ക് ഇന്ത്യയുടെ ഏറ്റവും പുതിയ ജോബ് പോസ്റ്റിംഗ് നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. അവരുടെ അടുത്ത സൈബർ സെക്യൂരിറ്റി ഗാർഡിയനാകാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് കൃത്യമായി നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപ് നിങ്ങളെ കാത്തിരിക്കുന്ന ആ വർക്ക് എൻവയോൺമെന്റ് എങ്ങനെയുള്ളതാണെന്ന് നോക്കാം, അല്ലേ? ടെക്നോളജി ഇന്നൊവേഷനു വേണ്ടി മാത്രം ഒരുക്കിയിട്ടുള്ള നമ്മുടെ സ്വന്തം ടെക്നോ പാർക്കിന്റെ ഹൃദയഭാഗത്താണ് ഈ ഓഫീസ് വരുന്നത്. വളരെ മികച്ചതും പോസിറ്റീവുമായ ഒരു വർക്കിംഗ് അന്തരീക്ഷം അവിടെ ഉറപ്പാണ്. അപ്പോൾ ഈ റോളിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ കിട്ടാൻ നമ്മൾ പ്രധാനമായും 5 കാര്യങ്ങളാണ് നോക്കുന്നത്. H&R ബ്ലോക്കിലെ അവസരം, പ്രധാന ആപ്സെക് ചുമതലകൾ, ഡെവലപ്പർമാരുമായുള്ള സഹകരണം, വേണ്ട യോഗ്യതകൾ, പിന്നെ ഏറ്റവും പ്രധാനമായി എങ്ങനെ സുരക്ഷിതമായി അപേക്ഷിക്കാം എന്നിവയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം. H&R ബ്ലോക്ക് നൽകുന്ന ഈ അവസരം കൃത്യമായി എന്താണെന്ന് നോക്കാം. തിരുവനന്തപുരത്തെ ടെക്നോപാർക്ക് ഫേസ് 3യിലെ യമുന ബിൽഡിംഗിന്റെ 11ാം നിലയിലായിരിക്കും നിങ്ങളുടെ പൊസിഷൻ. അപ്പോൾ നിങ്ങൾ ഈ റോളിനായി നോക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം കേട്ടോ. 2026 ജൂൺ 30 അപേക്ഷിക്കാനുള്ള അവസാന തീയതി. വേണമെങ്കിൽ ഇപ്പൊ തന്നെ കാലണ്ടറിൽ ഇതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഇനി രണ്ടാമത്തെ ഭാഗം. എന്തൊക്കെയാണ് ഈ റോളിലെ നിങ്ങളുടെ പ്രധാന ആപ്സെക് ചുമതലകൾ എന്ന് നോക്കാം. ഈ റോളിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ എല്ലാം ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് OWASP ടോപ്പ് 10-നെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവായിരിക്കും. ആധുനിക വെബ് ആപ്ലിക്കേഷനുകളിൽ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് ലൈനാണിത്. ഇതിൽ നിങ്ങൾക്ക് നല്ലൊരു ഗ്രിപ്പ് ഉണ്ടായിരിക്കണം. ഇവിടുത്തെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയുമോ? നിങ്ങൾ വെറുതെ കുറച്ച് സ്കാനുകൾ റൺ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്. സിഗ്നൽ ക്വാളിറ്റി സൂപ്പറാണെന്ന് ഉറപ്പാക്കാൻ SAST, DAST, SCA പോലുള്ള ഒരുപിടി ആപ്സെക് ടൂളുകളിലൂടെ ഡിറ്റക്ഷൻ പോളിസികൾ ട്യൂൺ ചെയ്യുകയും പൈപ്പ്ലൈനുകൾ സെറ്റ് ചെയ്യുകയും ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ഡെയിലി ടാസ്ക്. നിങ്ങളുടെ വൾണറബിലിറ്റി മാനേജ്മെന്റ് സൈക്കിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ ഒരു ത്രെറ്റ് കണ്ടെത്തുന്നു, പിന്നെ കോഡ് പരിശോധിച്ച് അതിലെ ഫോൾസ് പോസിറ്റീവുകൾ ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നു. അതിനുശേഷം യഥാർത്ഥ പ്രശ്നങ്ങൾ ശരിയായ എഞ്ചിനീയർമാരുടെ അടുത്തേക്കെത്തിക്കുന്നു. ഒടുവിൽ അത് പൂർണ്ണമായും പരിഹരിക്കുന്നതുവരെ ട്രാക്ക് ചെയ്യുന്നു. സിമ്പിളാണെന്ന് തോന്നാമെങ്കിലും നല്ല ശ്രദ്ധ വേണ്ട കാര്യമാണിത്. പിന്നെ നിങ്ങളുടെ ഇമ്പാക്റ്റ് കാണിക്കുന്ന മെട്രിക്സുകൾ റിപ്പോർട്ട് ചെയ്യുക എന്നതും ഒരു പ്രധാന ഉത്തരവാദിത്തമാണ്. ഫൈൻഡിംഗ് വോള്യൂം, ഫോൾസ് പോസിറ്റീവ് നിരക്ക്, പിന്നെ ടീം എത്ര വേഗത്തിലാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എന്ന് കാണിക്കുന്ന മീൻ ടൈം ടു റെമഡിയേറ്റ് അഥവാ MTTR എന്നിവയൊക്കെ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണം. മൂന്നാമതായി നമ്മൾ നോക്കുന്നത് ഡെവലപ്മെന്റ് ടീമുമായുള്ള സഹകരണമാണ്. എങ്ങനെയാണ് അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ജോലി വെറും സോഫ്റ്റ്വെയറുകൾക്ക് മുന്നിലിരിക്കുന്ന പരിപാടി മാത്രമല്ല കേട്ടോ, ഇതൊരു വലിയ ഹ്യൂമൻ എലമെന്റ് കൂടിയാണ്. ഡെവലപ്പർമാരുടെ മനസ്സിൽ ഇത് ഞാൻ എങ്ങനെ സുരക്ഷിതമായി ചെയ്യണം എന്നൊരു ചോദ്യം വരുമ്പോൾ അവരാദ്യം വിളിക്കുന്നത് നിങ്ങളെ ആയിരിക്കും. അപ്പം വെറുതെ കുറച്ച് വൾനറബിലിറ്റി റിപ്പോർട്ടുകൾ അവർക്ക് കൊടുക്കുക മാത്രമല്ല, അവരുടെ കൂടെ നിന്ന് ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു യഥാർത്ഥ പാർട്ട്ണറാകണം നിങ്ങൾ. അതുപോലെ സീനിയർ ആർക്കിടെക്റ്റുകളുടെ കൂടെ നിന്ന് സുരക്ഷിതമായ കോഡ് റിവ്യൂകൾ ചെയ്യാൻ നിങ്ങൾ ഡെവലപ്പർമാരെ മെന്റർ ചെയ്യേണ്ടിവരും. ഡെവലപ്പർമാർക്ക് വേണ്ടിയുള്ള കോഡിംഗ് ചെക്ക്ലിസ്റ്റുകൾ ഉണ്ടാക്കുക, പിന്നെ ലഞ്ച് ആൻഡ് ലേൺ പോലുള്ള രസകരമായ ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ ലീഡ് ചെയ്യുക എന്നതൊക്കെ നിങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. നാലാമത്തെ പോയിന്റ്, പ്രധാന യോഗ്യതകളും കഴിവുകളും. ഈ റോൾ കിട്ടാൻ നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസ് വേണമെന്നല്ലേ ഇപ്പോൾ ചിന്തിക്കുന്നത്? ആപ്ലിക്കേഷൻ സെക്യൂരിറ്റിയിലോ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലോ 2 മുതൽ 3.5 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് H&R ബ്ലോക്ക് നോക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു കിടിലൻ ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ ഇന്റേൺഷിപ്പുകൾ, കോ-ഓപ്പുകൾ, ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റുകൾ, എന്തിനു പറയുന്നു, CTF-ൽ പങ്കെടുത്തത് വരെ അവർ ഈ എക്സ്പീരിയൻസ് ആയി കണക്കാക്കും. അത് വലിയൊരു പ്ലസ് ആണല്ലേ? ഇനി സ്കിൽസ് നോക്കിയാലോ? പൈത്തൺ അല്ലെങ്കിൽ ജാവ പോലെയുള്ള ഏതെങ്കിലും ഒരു മെയിൻ സ്ട്രീം ലാംഗ്വേജ് വായിച്ചു മനസ്സിലാക്കാനുള്ള കഴിവും ഗിറ്റ് പരിചയവും നിങ്ങൾക്ക് മസ്റ്റാണ്. എന്നാൽ ഇതിന്റെ കൂടെ AI അല്ലെങ്കിൽ ML ആപ്ലിക്കേഷൻ സെക്യൂരിറ്റിയെക്കുറിച്ചുള്ള അറിവോ ത്രെറ്റ് മോഡലിംഗ് എക്സ്പീരിയൻസോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്യൂമെ ബാക്കിയുള്ളവരെക്കാൾ ഒരുപടി മുന്നിലായിരിക്കും ഫോർ ഷുവർ. ഓതന്റിക്കേഷൻ, എൻക്രിപ്ഷൻ പോലെയുള്ള അടിസ്ഥാന കാര്യങ്ങളിൽ കോംപ്രമൈസ് ഇല്ല എന്ന് നിങ്ങൾക്കിവിടെ കാണാം. അതുപോലെ തന്നെ സ്വയം പഠിക്കാൻ താൽപ്പര്യമുള്ളവരെയും സെക്യൂരിറ്റി പ്ലസ് അല്ലെങ്കിൽ GISC പോലെയുള്ള സർട്ടിഫിക്കേഷനുകൾ ഉള്ളവരെയോ അല്ലെങ്കിൽ അത് എടുക്കാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നവരെയോ അവർ വളരെ വലിയൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അവസാനമായി 5ാമത്തെ കാര്യത്തിലേക്ക് വരാം. എങ്ങനെ സുരക്ഷിതമായി അപേക്ഷിക്കാം, അടുത്ത ഘട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം.
അപേക്ഷിക്കുന്നതിനു മുന്നേ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ടെക്നോപാർക്ക് തന്നെ വളരെ ഗൗരവമായ ഒരു പബ്ലിക് അലേർട്ട് നൽകിയിട്ടുണ്ട്. ക്യാമ്പസിന്റെ ഫോട്ടോകളൊക്കെ വെച്ച് ചിലർ വ്യാജമായി ഓൺലൈൻ ജോലികൾ ഓഫർ ചെയ്യുകയും കാൻഡിഡേറ്റ്സിൽ നിന്ന് പണം തട്ടുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ പോയി ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ തട്ടിപ്പുകളിൽ നിന്ന് രക്ഷ നേടാൻ ഈ കാര്യങ്ങൾ എപ്പോഴും ഓർക്കുക. ജോലി കിട്ടാൻ വേണ്ടി ഒരിക്കലും ആർക്കും പണം കൊടുക്കരുത്. ഔദ്യോഗിക ടെക്നോപാർക്ക് വെബ്സൈറ്റിൽ കയറി കമ്പനിയുടെ ഡീറ്റെയിൽസ് എപ്പോഴും വെരിഫൈ ചെയ്യുക. എല്ലാം പക്കാ എന്ന് ഉറപ്പായാൽ മാത്രം HRR ബ്ലോക്കിന്റെ കോൺടാക്റ്റ് ഇമെയിലിലേക്ക് നിങ്ങളുടെ റെസ്യൂമെ നേരിട്ടയക്കുക. അപ്പോ അവരന്വേഷിക്കുന്ന ആ സൈബർ സെക്യൂരിറ്റി ഗാർഡിയനാകാൻ എന്തൊക്കെ വേണമെന്നതിന്റെ കംപ്ലീറ്റ് റോഡ് മാപ്പ് ഇപ്പം നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി സ്കില്ലുകളും ഡെവലപ്പർമാരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യാനുള്ള പാഷനും നിങ്ങൾക്കുണ്ടോ? HRR ബ്ലോക്കിലെ ഈ വലിയ ചാലഞ്ച് ഏറ്റെടുത്ത് നിങ്ങളുടെ കരിയർ മാറ്റിയെഴുതാൻ നിങ്ങൾ റെഡിയാണോ? അതാണ് ഇനി അറിയേണ്ടത്.